ഓരോ പ്രൊഫഷണൽസും അവരുടെ ജോലിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ടാവും. ഒരു ഡോക്ടർ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സിന് വേറെ കുറച്ച് ടൂൾസ് ഉണ്ടാവും. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ കരുതിയിരിക്കേണ്ട കുറച്ച് ടൂൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെഷന് മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിൽ പ്രിപ്പയർ ആക്കി വെക്കേണ്ട കുറച്ച് ടൂൾസ് എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ആക്കി വെക്കേണ്ട 5 ടൂൾസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഒപ്പം. ഒന്നാമത്തെ ടൂളാണ് ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ്സ്. ഈ ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ്സിലുള്ളത് 3 കാര്യങ്ങളാണ്. ബേസിക് ക്ലയൻറ്റ് ഇൻടേക്ക് ഫോം, രണ്ടാമത്തത് കൺസെൻറ്റ് ഫോം, അതിനുശേഷമുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. ക്ലയൻറ്റ് ഇൻടേക്ക് ഫോം എന്ന് വെച്ചാൽ ബേസിക്കലി ആ ഒരു ഇൻടേക്ക് സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സെഷനിൽ ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ആ ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ആ ഒരു ഫസ്റ്റ് സെഷനിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫോം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആക്കുകയും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും നമ്മളെ സഹായിക്കും. പിന്നുള്ളൊരു കാര്യമാണ് കൺസെൻറ്റ് ഫോം. തെറപ്പിയിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, സോ ഇതിലേക്ക് നിങ്ങൾ ഓക്കെ ആണ്, അതിന് അവർ കൺസെൻറ്റ് തരുന്നു എന്നവർ സൈൻ ചെയ്യുന്ന ഒരു ഫോം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം. പിന്നുള്ളൊരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. തെറപ്പിയിലെ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, അവരിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും മൂന്നാമതൊരാൾ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ലീഗലി കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാൻ നമ്മൾ ബൗണ്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് വെക്കണം. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ടൂൾസിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് ടൂൾസാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സും കോപ്പിംഗ് സ്ട്രാറ്റജീസിൻ്റെയും ടൂൾ കിറ്റ്. ഗ്രൗണ്ടിങ് ടെക്നിക്സിനെ പറ്റി ആദ്യം പറയാം. അതായത് ക്ലയൻറ്റ് ചില സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഭയങ്കര ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ളൊരു ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അവർ ഭയങ്കര ആൻഷ്യസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഈ സിറ്റുവേഷനിൽ അവരെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ബേസിക്കലി നമുക്ക് ഡീപ് ബ്രീത്തിങ് പോലെ, ബോക്സ് ബ്രീത്തിങ് പോലെ, അല്ലെങ്കിൽ 5-4-3-2-1 ടെക്നിക്ക് പോലെയുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ്ലി പ്രിപ്പയർ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദ സെഷൻ അല്ലെങ്കിൽ സെഷന് ശേഷം ക്ലയൻറ്റിന് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിതിൻ്റെ ഒരു PDF ആയിട്ട് അയച്ചു കൊടുക്കാം. പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ PDFസും ടൂൾസും എല്ലാം നമ്മൾ ക്ലയൻസിന് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആങ്സൈറ്റി ഉള്ളൊരു ക്ലയൻറ്റിനോട് പറയുകയാണ് ഡീപ് ബ്രീത്തിങ് ചെയ്യുമോ, ഡീപ് ബ്രീത്തിങ് ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ അടങ്ങിയ ഒരു PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ആങ്സൈറ്റി എങ്ങനെയാണ് കുറയുന്നത്, ആ സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിനിൽ എന്താ നടക്കുന്നത്, ഇങ്ങനെ കൃത്യമായിട്ട് ക്ലയൻറ്റിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് കറക്റ്റായിട്ട് ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടേ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഭയങ്കരമായിട്ട് PTSD ഒക്കെ ഉള്ളൊരു ക്ലയൻ്റ് ആണെങ്കിൽ അവർക്ക് ചില സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ ഫ്ലാഷ് ബാക്സ് വരുന്നുണ്ടാവും. സോ ഇവരോടാണ് നമ്മൾ പറയുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്ന് കുറച്ച് ഡീപ് ബ്രീത്ത് ചെയ്താൽ മതി. ചിലപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ ഇവർക്ക് ആദ്യം വരുന്നത് ആ ഒരു ട്രോമാറ്റിക് മെമ്മറി ആയിരിക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ക്ലയൻ്റ് ആണെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് ആ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് മാത്രം കൊടുത്ത് അവരെ വിടാൻ പാടില്ല. സോ കൃത്യമായിട്ട് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്സ് കൊടുക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, ഗ്രൗണ്ടിങ് ടെക്നിക്സ് കൊടുക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത് വർക്ക് ആവുന്നു, ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗ്രൗണ്ടിങ് ടെക്നിക്സ് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഹെൽപ്ഫുൾ ഉണ്ട്, അൺഹെൽപ്ഫുൾ ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ആയിരിക്കും. ചിലപ്പോൾ അവർ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് പോവും, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോവും, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പിനെയും ഈറ്റിംഗ് ഹാബിറ്റ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യും. പക്ഷേ ഇതിനെ പോസിറ്റീവ്ലി കോപ്പ് ചെയ്യാൻ വേണ്ട കുറച്ച് സ്ട്രാറ്റജീസും ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒന്ന് ജേർണൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ കണക്ഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉള്ള ഒരു PDF അല്ലെങ്കിൽ ഒരു ടൂൾ കിറ്റോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ക്ലയൻസിന് നമുക്കിത് പ്രൊവൈഡ് ചെയ്യാനും അവർക്കത് യൂസ്ഫുൾ ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ക്ലയൻസിനും വർക്ക് ആവുന്നത് ഒരേപോലത്തെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കില്ല.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്ലയൻ്റ് ആണെന്ന് വെച്ചോ, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഡാൻസ് പണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ മേ ബി ഇപ്പം നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് മൈൻഡ് കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആക്കിയാൽ നമുക്ക് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് തന്നെ ഡാൻസിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ഇത് പ്രിപ്പയർ ആക്കി വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള ക്ലയൻറ്റിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ടൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മൊഡാലിറ്റീസിൻ്റെ പാർട്ടായിട്ടുള്ള വർക്ക്ഷീറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് CBT ആണെങ്കിൽ CBTയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് വർക്ക്ഷീറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സെഷന് മുമ്പേ പ്രിപ്പയർ ആക്കി വെക്കണം. കാരണം ഈ ഒരു സെഷനിൽ ഏത് വർക്ക്ഷീറ്റാണ് അല്ലെങ്കിൽ ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രീവിയസ്ലി നമുക്ക് എപ്പോഴും അറിയണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ ഒരു സെഷൻ്റെ ടൈമിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ടോ ആ ഒരു വർക്ക്ഷീറ്റ് അവരെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിനോട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വരാനോ ഉള്ള ടൈമൊന്നും ഉണ്ടാവണം എന്നില്ല. സോ ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റിനുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ മൊഡാലിറ്റിയാണ്. മേ ബി CBT ആവാം, DBT ആവാം, ACT ആവാം, ഏതൊരു മൊഡാലിറ്റി ആയിക്കോട്ടെ അതിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ യൂസ് ആവാൻ ചാൻസ് ഉള്ള വർക്ക്ഷീറ്റ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൊഡാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഞാൻ പ്രീവിയസ്ലി പ്രിപ്പയർ ആക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അടുത്തതാണ് അസസ്മെൻറ്റ്സ് ആൻഡ് സ്ക്രീനിങ് ടൂൾസ്. നമുക്കറിയാം പല സിറ്റുവേഷനിലും ഇപ്പോൾ ക്ലയൻറ്റിനുള്ളത് ഈ ഒരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് പറയണമെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സും സ്ക്രീനിങ് ടൂൾസും യൂസ് ചെയ്യേണ്ടി വരും. സോ ചിലപ്പോൾ ഡിപ്രഷനുള്ള സ്കെയിൽസ്, ആങ്സൈറ്റി, അതുപോലെ PTSD, ADHD ഇതുപോലെ പല കണ്ടീഷൻസിനും നമ്മൾ യൂസ് ചെയ്യുന്ന പല അസസ്മെൻറ്റ്സും ഉണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ക്ലയൻറ്റിനുള്ളത് ചിലപ്പോൾ ഇതായിരിക്കും എന്ന് നമുക്ക് തോന്നുന്ന മൊമെൻറ്റിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ പോകാനോ പറ്റണം എന്നില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പിൻ്റെ അണ്ടറിൽ വരുന്ന അസസ്മെൻറ്റ്സും സ്ക്രീനിങ് ടൂൾസും സ്കെയിൽസും എല്ലാം ഒരു ഫോൾഡറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റിന് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട്. സോ അതൊന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കതിലൊന്ന് അഷ്വേർഡ് ആവാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു സ്കെയിൽ ഉണ്ടാവും. BDA ആയിരിക്കും. സോ BDA ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിലോ ഇന്ന ഫോൾഡറിൽ BDA ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാമെങ്കിൽ അതെനിക്ക് ഈസിലി ആക്സസ് ചെയ്യാനും ഈസിലി അത് ക്ലയൻറ്റിനെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാനും പറ്റും. സോ ഇതുപോലെയുള്ള അസസ്മെൻറ്റ് ടൂൾസും സ്ക്രീനിങ് ടൂൾസും നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് നിങ്ങൾ പ്രീവിയസ്ലി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അഞ്ചാമത്തെ ടൂള്, പക്ഷേ ഈ ഒരു ടൂളാണ് നമ്മൾ എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നത്, ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ടൂളുമാണ്. അതാണ് തെറപ്പിസ്റ്റ് സെൽഫ് കെയർ ചെക്ക് ലിസ്റ്റ്. ഞാൻ എന്നെപ്പറ്റി നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, സെഷൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ എനിക്ക് കൃത്യമായിട്ട് ബഫർ ടൈം കിട്ടുന്നുണ്ടോ, എൻ്റെ സൂപ്പർവിഷൻസ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് തെറപ്പി എടുക്കുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ക്ലയൻസിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് നമുക്ക് കമ്പാഷൻ ഫറ്റീഗ് ഉണ്ടാവാനും ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള എനർജി നമുക്ക് തീരെ ഇല്ലാണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ ഈ അഞ്ചാമത്തെ ടൂള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ ഈ ടൂൾസ് എല്ലാം തെറപ്പി സെഷൻസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലയൻസിനും ഭയങ്കര യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ പ്രീവിയസ്ലി ഇതെല്ലാം പ്രിപ്പയർഡ് ആക്കി വച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.